1957 ഫെബ്രുവരി 25. ഒരു തണുത്ത പ്രഭാതം. ഫിലാഡൽഫിയയിലെ ഫോക്സ് ചേസ് റോഡിൽ കാടുപിടിച്ചൊരു പ്രദേശത്ത് നായ്ക്കളെ നടത്താൻ പോയ ഫ്രെഡറിക് ബെൻസിംഗർ എന്ന കോളേജ് വിദ്യാർത്ഥി കണ്ടെത്തിയത് അമേരിക്കൻ ക്രിമിനൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുരൂഹമായ കേസുകളിൽ ഒന്നിൻ്റെ തുടക്കം മാത്രമായിരുന്നു. കാട്ടുചെടികൾക്കിടയിൽ ഒരു കാർഡ്ബോർഡ് പെട്ടി കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. സാധാരണ ഒരു പെട്ടി പോലെ തോന്നിയെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒരു ചെറിയ ആൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു അത്. നഗ്നമായ നിലയിൽ പല മുറിവുകളും പാടുകളും ഏറ്റ് കിടക്കുന്നതായിരുന്നു ആ കാഴ്ച. വിറച്ച കൈകളോടെ ബെൻസിംഗർ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. മിനിറ്റുകൾക്കകം പോലീസ് സംഘം സ്ഥലത്തെത്തി. കുട്ടിയുടെ മൃതദേഹം കണ്ട് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. ഒരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു അത്. 4 മുതൽ 6 വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി. കുട്ടിയുടെ ബോഡി കണ്ട ആ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് നല്ല വൃത്തിയായി വെട്ടിയ മുടിയും കൃത്യമായി മുറിച്ച നഖങ്ങളുമാണ്. അങ്ങനെ പോലീസ് ഉടനെ തന്നെ അന്വേഷണം ആരംഭിച്ചു. ആദ്യം അവർ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ പെട്ടിയെക്കുറിച്ച് അന്വേഷിച്ചു. അത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അത് JC പെന്നി സ്റ്റോറിൽ നിന്നുള്ള ഒരു പെട്ടിയായിരുന്നെന്ന് പിന്നീട് മനസ്സിലാക്കി. പക്ഷേ അത് വലിയൊരു തെളിവായിരുന്നില്ല. ഉടനെ തന്നെ പോലീസ് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കുട്ടിയുടെ പ്രായം 4 മുതൽ 6 വയസ്സും ഉയരം 3 അടി 4 ഇഞ്ചും കുട്ടിയുടെ ഭാരം 13 കിലോയും നീലക്കണ്ണുകൾ, തവിട്ടു നിറത്തിലുള്ള മുടി, ശരീരത്തിൽ നിരവധി പഴയതും പുതിയതുമായിട്ടുള്ള മുറിവുകൾ, മരണകാരണം തലക്കേറ്റ മുറിവാണെന്നും ഇതിനോടകം തെളിഞ്ഞു. കുട്ടിയുടെ വയറ്റിൽ കറുത്ത നിറത്തിലുള്ള ഒരു പദാർത്ഥം കണ്ടെത്തുകയും ചെയ്തു. കൂടുതൽ പരിശോധനയ്ക്കിടയിൽ അത് അരച്ച പപ്പടം പോലെ എന്തോ ഒന്നായിരുന്നു. ഇതായിരിക്കാം മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് കുട്ടി കഴിച്ച അവസാന ഭക്ഷണം. പോലീസ് അന്വേഷണം വിപുലമാക്കി. അങ്ങനെ കുട്ടിയുടെ ചിത്രങ്ങൾ പത്രങ്ങളിലും ടെലിവിഷനുകളിലും പ്രദർശിപ്പിച്ചു. അന്നത്തെ കാലമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം എല്ലാവരെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിക്കണമെന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം ഫോട്ടോകൾ പോലും പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. പക്ഷേ ആരും കുട്ടിയെ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അമേരിക്കയിൽ കാണാതായ കുട്ടികളുടെ റിപ്പോർട്ടുകളുമായി താരതമ്യം വരെ ചെയ്തു നോക്കി. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഇതൊക്കെ നടന്നിട്ടും ആരും തന്നെ ആ സമയങ്ങളിൽ കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതുമില്ല. അത് ഈ കേസിനെ കൂടുതൽ ദുരൂഹമാക്കി. ഫിംഗർ പ്രിൻസും വ്യക്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വഴിയും പോലീസ് അടഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1960 അന്വേഷണത്തിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായി. സ്റ്റീഫൻസ് ഹോം എന്ന അനാഥാലയത്തിലെ ഒരു മുൻ ജീവനക്കാരി രഹസ്യമായി പോലീസിനെ സമീപിച്ചു. വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ. കുട്ടി സ്റ്റീഫൻസ് ഹോമിൽ താമസിച്ചിരുന്നുവെന്നും അവിടെ വെച്ച് അപകടത്തിൽ മരണമടഞ്ഞുവെന്നും സ്ഥാപനത്തിൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ മൃതദേഹം രഹസ്യമായി നീക്കം ചെയ്തു എന്നൊക്കെയായിരുന്നു അവരുടെ മൊഴി. സ്റ്റീഫൻസ് ഹോമിലെ രേഖകൾ പരിശോധിക്കുകയും ജീവനക്കാരെ ചോദ്യം ചെയ്തുവെങ്കിലും ഈ തിയറി തെറ്റായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു. 2002 പുതിയൊരു തിയറി ഉയർന്നു വന്നു. എം എന്ന് മാത്രം അറിയപ്പെടുന്ന ഒരു സ്ത്രീ മുന്നോട്ട് വന്നു. അവരുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു. കുട്ടിയുടെ പേര് ജോനത്തൻ എന്നാണെന്നും അവരുടെ അമ്മ കുട്ടിയെ ദത്തെടുത്തതാണെന്നും കുട്ടിയോട് മോശമായി പെരുമാറിയിരുന്നു. ഒരു ദിവസം കുളിപ്പിക്കുന്നതിനിടെ കുട്ടി മരിച്ചു. ഭയന്ന് മൃതദേഹം ഉപേക്ഷിച്ചു എന്നൊക്കെയായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ. പോലീസ് ഈ വിവരണം വിശ്വസനീയമായി കാണുകയും എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതുമില്ല. പിന്നീട് 2019 പോലീസ് കുട്ടിയുടെ മൃതദേഹം പുതിയ DNA പരിശോധനകൾക്ക് വിധേയമാക്കി. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജനിതക വിശകലനം നടത്തി. 65 വർഷങ്ങൾക്ക് ശേഷം 2022 ഡിസംബറിൽ ഫിലാഡൽഫിയ പോലീസ് ഒരു പ്രഖ്യാപനം നടത്തി. കുട്ടിയെ തിരിച്ചറിഞ്ഞു. കുട്ടിയുടെ പേര് ജോസഫ് അഗസ്റ്റസ് സാരേക് എന്നായിരുന്നു. അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം ജോസഫ് 1953 ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഫിലാഡൽഫിയയിൽ താമസിച്ചിരുന്നു എന്നും അവരുടെ സാമ്പത്തിക നില അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല എന്നൊക്കെയായിരുന്നു. ജോസഫിനെ കുറിച്ചുള്ള അവസാന രേഖകൾ 1953 ജനന സർട്ടിഫിക്കറ്റ് മാത്രമായിരുന്നു. അതിനുശേഷം കുട്ടിയെക്കുറിച്ച് യാതൊരു രേഖകളും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ ചേർത്തതിൻ്റെയോ ആശുപത്രി സന്ദർശനങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. കുട്ടിയുടെ ജീവിതത്തിലെ 4 വർഷങ്ങൾ ഒരു നിഗൂഢതയായി തുടരുന്നു. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ കുട്ടി മരണത്തിലേക്ക് നയിക്കപ്പെട്ടത്? ആരാണ് ഉത്തരവാദികൾ?
2022 തിരിച്ചറിയൽ കേസിൽ കുട്ടിയുടെ കുടുംബാംഗങ്ങളെ കണ്ടെത്താൻ ശ്രമിച്ചു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളിൽ നിന്ന് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. കുട്ടിയുടെ അമ്മ മാനസിക രോഗിയായിരുന്നു. കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. കുട്ടിയെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ കഴിയേണ്ടി വന്നു എന്നൊക്കെയായിരുന്നു അറിയാൻ സാധിച്ചത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഫിലാഡൽഫിയ പോലീസ് ഇപ്പോഴും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആൾക്കൂട്ടമില്ലാത്ത ഫോക്സ് ചേസ് റോഡിലെ ആ സ്ഥലത്ത് ജോസഫ് സാരേക്കിന്റെ ഓർമ്മയ്ക്കായി ഒരു ചെറിയ സ്മാരകം നിലകൊള്ളുന്നുണ്ട്. അവിടെ എത്തുന്ന ആളുകൾ പൂക്കളും കളിപ്പാട്ടങ്ങളും അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും സ്നേഹം ലഭിക്കാതെ പോയ ഒരു കുഞ്ഞു ജീവന് സമർപ്പിക്കുന്ന അവസാന ആദരവാണത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.